ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരം നെടുമങ്ങാട് 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. വേങ്കവിളയിലെ നീന്തൽക്കുളത്തിനാണ് കുട്ടികൾ മുങ്ങി മരിച്ചത്. ആരോമൽ, സിനിൽ എന്നീ വിദ്യാർത്ഥികളാണ് മരിച്ചത്. അശ്വിൻ ഡിയാഗോയുണ്ട്. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? വിനിത, അല്പസമയം മുമ്പാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. 7 വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘം ഈ നീന്തൽക്കുളത്തിൽ എത്തി നീന്തുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സ്വിമ്മിംഗ് പൂൾ ഇത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ വിദ്യാർത്ഥികൾ മതിൽ ചാടിക്കടന്ന ശേഷം ഇവിടെ കുളിക്കാനെത്തി എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇതിൽ 2 പേരാണ് ഇപ്പോൾ മുങ്ങി മരിച്ചിരിക്കുന്നത്. 13ഉം 14ഉം വയസ്സുള്ള വിദ്യാർത്ഥികളാണ്. ഇവരെ ആരോമൽ, സിനിൽ എന്നതാണ് ഈ 2 പേരുടെയും പേര് എന്നുള്ളതാണ്. ഇവർ മുങ്ങി മരിക്കുന്നത് മുങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ട വിദ്യാർത്ഥികൾ ഇവരെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇവരെ രക്ഷപ്പെടുത്താനായിട്ടില്ല എന്നുള്ളതാണ്. തുടർന്ന് ഇവരുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയാണ് ഈ പൂട്ടുപൊളിച്ച്, ഈ ഗേറ്റിന്റെ പൂട്ട് പൊളിച്ച് അകത്തേക്ക് കയറി വിദ്യാർത്ഥികളെ പുറത്തേക്ക് എടുത്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 2 പേരും ഇവരെ ഉടൻ തന്നെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും 2 പേരാണ്, 7 അംഗ സംഘത്തിൽ 2 പേരാണ് ഇപ്പോൾ ഈ ഒരു ദാരുണമായ സംഭവത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. 2 വിദ്യാർത്ഥികൾ 13ഉം 14ഉം വയസ്സുള്ള വിദ്യാർത്ഥികളാണ്. ഇത് വരുന്നത് ആനാട് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ വരുന്ന സ്വിമ്മിംഗ് പൂളാണ്, നീന്തൽക്കുളമാണ്. ഇവിടെ രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് പരിശീലനം നടക്കുക. മറ്റ് അല്ലാത്ത സമയങ്ങളിൽ ഇത് പൂട്ടിയിടുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഇന്ന് അല്പസമയം മുമ്പ്, ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ അല്പസമയം മുമ്പ് ഇവിടെ കുളിക്കാനെത്തി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതിനിടയിലാണ് ഈ ഒരു അപകടം നടന്നതും. വിനിത, ശരി, അശ്വിനാണ്. അശ്വിൻ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ നമുക്ക് അശ്വിൻ അങ്ങോട്ടേക്കുള്ള യാത്രയിലാണെന്ന് മനസ്സിലാക്കുന്നു. അവിടെ എത്തിയ ശേഷം വിശദാംശങ്ങൾ ശേഖരിക്കുക. നമുക്ക് വീണ്ടും ഈ വാർത്തയിലേക്ക് അപ്പോൾ തിരിച്ചെത്താം.